HBK എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് പുതിയൊരു ടോപ്പിക്കുമായാണ് BLDC ഫാൻ. നമ്മൾ പുതിയതായിട്ട് ഇറങ്ങുന്ന BLDC ഫാനിനെ കുറിച്ചുള്ള റിപ്പയറിംഗ് വീഡിയോ ആണ് ഈ വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്, അതെങ്ങനെയാണ് ഞാൻ നന്നാക്കിയത് എന്നുള്ളൊരു വീഡിയോ ആണ്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, എപ്പോഴാണ് കമൻറ്റ് രേഖപ്പെടുത്തുക. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ BLDC ഫാൻ എനിക്ക് സർവീസ് ചെയ്യാൻ കിട്ടിയ. അപ്പോൾ ബീഗാർഡിൻ്റെ കമ്പനീൻ്റെയാണ്. ഇതിൽ 3 ഇടിയത്ത് അടിച്ചു അതാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. എനിക്ക് വന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എനിക്ക് വന്ന ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ 3 ഫാൻ എനിക്ക് വന്നിട്ടുണ്ട്. കാരണം ഞാൻ വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിലേക്ക് 230 വോൾട്ട് വരുന്നില്ല. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റർ ഈ ഡ്രൈവർ ബോർഡിൽ പവർ സപ്ലൈ ബോർഡിൽ കപ്പാസിറ്റർ ബൾജായിട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനൊരു ഫ്യൂസ് ഉണ്ട്, ആ ഫ്യൂസും പോയി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പ്രൊട്ടക്ഷൻ ശരിക്കും വർക്ക് ചെയ്തിട്ടുണ്ടാവാം. പ്രൊട്ടക്ഷൻ മര്യാദയ്ക്ക് വർക്ക് ചെയ്തില്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് അടിച്ചു പോകും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ വോൾട്ടേജ് ചെക്ക് ചെയ്തിട്ട് എത്തിയിട്ടില്ലെങ്കിൽ ഇതിനകത്ത് ഈ ഒരു ചെറിയൊരു കോയിലുണ്ട് ഇവിടെ. അപ്പോൾ ഈ ഒരു കോയിൽ പോയി പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇതിലേക്ക് 230 വോൾട്ട് വരില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പ്രൊട്ടക്ഷൻ ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വരുന്നത് ഒരു MOV ഇവിടെ ഉണ്ട്, പാരലായിട്ട് ഒരു MOV കൊടുത്തിട്ടുണ്ട്. ആ MOV ഫ്യൂസായി കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ വേറൊരു ഫ്യൂസ് ഉണ്ട്. അപ്പോൾ ഫ്യൂസ് ഓൾറെഡി ഇത് ഫ്യൂസാണ്. ഈ ഒരു ചെറിയ ഈ കറുത്തിട്ടുള്ളൊരു ബോക്സ് പോലത്തെ കാണുന്നില്ലേ, നമ്മൾ ബോക്സ് കപ്പാസിറ്റർ പോലെ ഒരു കാണുന്നില്ലേ, അപ്പോൾ അത് ഫ്യൂസാണ് ഇതിൻ്റെ. അപ്പോൾ ഈ ഫ്യൂസ് അടിച്ചു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ MOV ഷോർട്ടായി ഫ്യൂസ് അടിച്ചു പോകും. പിന്നെ അതുപോലെ തന്നെ ഓവർ വോൾട്ടേജിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കപ്പാസിറ്റർ ബൾജായിട്ടുണ്ട്. അപ്പോൾ കപ്പാസിറ്ററും ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ MOV മാറ്റിയിടുക, പിന്നെ ഫ്യൂസ് മാറ്റിയിടുക, കപ്പാസിറ്റർ മാറ്റിയിടുക. ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ ചില സെറ്റ് ഓണായി കിട്ടും. ഓക്കെ, ഓണാവേണ്ടതാണ് പ്രൊട്ടക്ഷൻ കൊടുത്തതിനെ കൊണ്ട്. പിന്നെ ബാക്കിയുള്ളത് ഓവർ വോൾട്ടേജ് ഇതിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഡ്രൈവർ ബോർഡ് മാറേണ്ടി വരും. പിന്നെ എന്നുണ്ടെങ്കിൽ ചെറിയ സാധനങ്ങൾ നമ്മൾ മാറ്റുമ്പോഴേക്ക് നമ്മൾ ടൈം പോകും. അപ്പോൾ ഇതുപോലെ വേറൊരു ബോർഡ് വാങ്ങി വെക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ ഈ ഒരു ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ ഞാൻ പറയുമ്പോൾ ഒരു 80% ഒക്കെ റെഡിയായി കിട്ടും. ഈ ഒരു ഇതിൽ ഈ കപ്പാസിറ്റർ മാറ്റുക, ഫ്യൂസ് മാറ്റുക, അതുപോലെ തന്നെ ഈ MOV മാറ്റുക, ഇവിടെയുള്ള ഈ നീല കളറുള്ള MOV മാറ്റുക. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്ന MOV 10D 561K ആണ് ഇതിൽ വരുന്ന സർക്യൂട്ട് പ്രൊട്ടക്ടർ MOV. അപ്പോൾ ഇതിൽ വരുന്ന ഫ്യൂസ് 2 ആമ്പിയർ 250 വോൾട്ടാണ് ഇതിൽ വരുന്ന ഫ്യൂസ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന കപ്പാസിറ്റർ 33 UF 450 വോൾട്ടാണ്. അത് നമുക്ക് 10 UF കിട്ടിയാൽ 10 UF ഇടാം. 450 വോൾട്ട് വോൾട്ടേജ് കുറയരുത്. 33 അല്ലെങ്കിൽ 10 നമുക്ക് ഇടാം. ഇതിൻ്റെ അധികം UF കൂടുകയും ചെയ്യരുത്. ഓക്കെ, അപ്പോൾ അടുത്ത പ്രശ്നം വന്നത് ഇതേപോലെ വേറൊരു ഇടിയത്തടിച്ചു പോയതാണ്. പക്ഷെ ഇതിൽ MOV അടിച്ചു പോയിട്ടില്ല, അതുപോലെ തന്നെ ഫ്യൂസ് അടിച്ചു പോയിട്ടില്ല, കപ്പാസിറ്റർ ബൾജായിട്ടില്ല. ഇങ്ങനെ വരുന്ന കണ്ടീഷനിൽ നമുക്ക് ഭയങ്കര റിസ്ക്കാണ്. ഡ്രൈവർ ബോർഡിന് നല്ല കേട് പറ്റിയിട്ടുണ്ട്, ഇതിൻ്റെ പവർ സപ്ലൈക്ക് നല്ല കേട് പറ്റിയിട്ടുണ്ടാവും. ഈ ഒരു ഇതിൽ ഇവിടെ ഒരു IC ഉണ്ട്, സ്വിച്ചിങ് ചെയ്യുന്ന ഒരു IC ഉണ്ട്, ഒരു 7 കാലുള്ളൊരു IC ഉണ്ട്, അത് പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ചോപ്പർ ട്രാൻസ്ഫോമർ ഉണ്ട്, ആ ചോപ്പർ ട്രാൻസ്ഫോമർ ഷോർട്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ വന്നത് ചോപ്പർ ട്രാൻസ്ഫോമർ ഷോർട്ടാകുകയും ഇതുപോലെ തന്നെ ഇത് സ്വിച്ചിങ് IC ഉണ്ട്, അപ്പോൾ അത് ചെറിയ രീതിയിൽ കംപ്ലൈൻറ്റ് വരികയും ചെയ്തു. അപ്പോൾ അത് മാറ്റിയിട്ടാൽ റെഡിയാവും. പക്ഷേ ഈ ചോപ്പർ ട്രാൻസ്ഫോമറും ഇതിൻ്റെ കൂടെ പോകും. അപ്പോൾ അതിൻ്റെ വൈൻഡിങ്ങൊക്കെ അയച്ച് ചെക്ക് ചെയ്ത് റെഡിയാക്കണമെങ്കിൽ നല്ല പണിയായാലും നല്ലത് നമ്മൾ വേറെ ബോർഡ് മാറ്റി വെക്കുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ചോപ്പർ ട്രാൻസ്ഫോമർ. ഇത് ഷോർട്ടായിരുന്നു,
ഷോർട്ടായിട്ട് ഈ ഐ സി പോയി. ഇനിയാണ് പിന്നത്തെ ഒരു കംപ്ലൈൻറ്റ് വരുന്നത്. പല രീതിയിൽ നമുക്കിത് പ്രതീക്ഷിക്കാം കംപ്ലൈൻറ്റ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ഉടൻ തന്നെ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.